ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന കൂലി വർക്കർ എന്ന ഒരു മെയിൻ എക്സാമിൻ്റെ പരീക്ഷയുടെ മാത്സ് ആൻഡ് മെൻ്റലിറ്റി ഭാഗത്തുനിന്നുള്ള 20 ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു LGS ലെവലുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ മാത്സിൻ്റെ ഭാഗത്തു നിന്ന് 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. താരതമ്യം വളരെ എളുപ്പമെന്ന് പറയുന്നില്ല, താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്. നാല് സംഖ്യകളുണ്ട്, 31, 41, 51, 61. അപ്പോൾ ഈ 4 സംഖ്യകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സൊക്കെ വെച്ച് മുമ്പും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഈ 4 നമ്പേഴ്സിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത് 51 ആണ്. 51 എന്തുകൊണ്ടാണ് 51? കാരണം 51 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, 3 കൊണ്ട് നമുക്ക് ഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, 51 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള 3 സംഖ്യകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹരിക്കാനായിട്ട് സാധിക്കത്തില്ല. 3 സംഖ്യകളും അഭാജ്യ സംഖ്യകളാണ്. ഓക്കെ, 31, 41, 61 ഈ 3 സംഖ്യകളും അഭാജ്യ സംഖ്യയാണ്. 51 മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 51 ആൻസർ എന്ന് പറയുന്നത്. അടുത്ത്, നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. അച്ഛൻ മകനോട് ഇങ്ങനെ പറയാണ്, അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർമ്മിക്കുക, നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു. ഓക്കെ, ഈ ഒരു മോഡൽ വരുമ്പോൾ ഓർമ്മിക്കുക, ഇപ്പോൾ അച്ഛന് 50 വയസ്സുണ്ടല്ലോ, അച്ഛൻ്റെ വയസ്സിൻ്റെ നേരെ പകുതിയായിരിക്കും ആരുടേത്, മകൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഒന്നാലെ ചോദിപ്പോൾ അച്ഛന് 50 വയസ്സുണ്ട്, മകനിപ്പം പകുതി 25 വയസ്സാണെന്ന് വിചാരിക്കാം. 25, 50 25, 50 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 25, 50 ആണല്ലോ. അപ്പോൾ നീ ജനിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ 25 വർഷം മുമ്പാണ് അല്ലേ, 25 വർഷം മുമ്പാണ്. അപ്പോൾ എത്ര ഇവിടെ മകന് വയസ്സ് ഇല്ല ആണല്ലോ, അച്ഛന് എത്ര വയസ്സാകുമ്പോൾ 25 മുമ്പ് 25 അല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഒരു മാലയ്ക്ക് എന്ത് ചെയ്യുക, അവിടെ അച്ഛൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ നേരെ പകുതി അങ്ങ് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്നു. അങ്ങനെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഇവിടെ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു എന്നാണ്. ഡയറക്ഷനൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡയറക്ഷനൊക്കെ എന്തോ, ഇപ്പോൾ മേലിൽ വടക്ക് ഇല്ലേ, വടക്കാണ് നോർത്ത്, താഴെയോ തെക്ക്, ഇവിടെ ഇടത് സൈഡിൽ പടിഞ്ഞാറ്, ഇവിടെ കിഴക്ക്. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോൾ 50 മീറ്റർ കിഴക്കോട്ട് നടന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ട്, കിഴക്കോട്ട്, ഇങ്ങോട്ടല്ലേ, ഇങ്ങനെ 50 മീറ്റർ നടന്നു. ഇനി അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്നു എന്നാണ്. ഓക്കെ, 50 മീറ്റർ നടന്നു. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എന്ന് പറയുമ്പം ഈ ഒരു ഡയറക്ഷൻ നോക്കിയിരിക്കുന്ന ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നോട്ട് മേലോട്ട് എത്ര 70 മീറ്റർ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. 70 മീറ്റർ. ഓക്കെ, ഇനി അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ, ഇങ്ങോട്ട് തന്നെ വീണ്ടും എത്ര 50 മീറ്റർ പോയി. ഇനി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ പോയി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നും നേർ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്? അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതായിരുന്നു ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര ദൂരമാടാ, ഇവിടെ നേർരേഖയായിരുന്നെങ്കിൽ ഇങ്ങനെ, ഇവിടെ ഒരു 70 മീറ്റർ ഉണ്ട്, ഇവിടെ എത്ര 60 മീറ്റർ ഇല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട്,
130 മീറ്റർ ഉണ്ട് അല്ലേ, 130 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യം പറഞ്ഞതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. അതായത് ന്യൂനസംഖ്യ ഉണ്ടല്ലോ, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിൽ റൈസ് ടു ഒരു ഒറ്റ സംഖ്യ വരുന്നെങ്കിൽ, ന്യൂനസംഖ്യയിൽ എന്താ അവിടെ റൈസ് ടു അതിൻ്റെ പവറായിട്ടൊരു ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. അതായത് ഇപ്പം മൈനസ് 1 അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സംഖ്യ മൈനസ് മാത്രം ഇടണേ. ഓക്കെ, മൈനസ് റൈസ് ടു ഒരു ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ അവിടെ ആൻസറിൽ എന്ത് വരും? ഇവിടെ മൈനസ് വരും. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പർ റൈസ് ടു ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? സൈൻ പ്ലസ് ആയിരിക്കും. അതിൻ്റെ പവർ കണ്ടുപിടിച്ചിട്ട് ഒറ്റ സംഖ്യയാണെങ്കിൽ മൈനസ് കൊടുക്കുക, ഇരട്ട സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ -1/5 തന്നല്ലോ. 1/5 എത്ര വന്നാലും 1 ഇല്ലേ, മാറ്റമില്ലല്ലോ. അപ്പോൾ -1/5 അവിടെ ഒറ്റ സംഖ്യ കൊണ്ട് എന്ത് കൊടുക്കുക? -1. ഇനി അടുത്ത -1/101 അതും ഒറ്റ സംഖ്യയാണ്. അവിടെ 1 തന്നെയല്ലോ, അവിടെ പവർ നോക്കേണ്ട കാര്യമില്ല. 1/5 എത്ര വന്നാലും 1 തന്നെയാണ്. അപ്പോൾ അവിടെയും എന്ത് കൊടുക്കുക? -1. ഇനി -1/200 അവിടെ ഇരട്ട സംഖ്യയല്ലേ, അപ്പോൾ എന്ത് കൊടുക്കുക? +1 കൊടുക്കുക. എഗെയിൻ അതും വീണ്ടും ഇരട്ട സംഖ്യയാണ്, അപ്പോൾ എന്ത് ചെയ്യുക? അവിടെയും +1 കൊടുക്കുക. ക്ലിയർ ആണോ? നമുക്ക് ഇവിടെ -1 -1 +1 +1 ഈ -1 ക്യാൻസൽ ചെയ്ത് +1 ക്യാൻസൽ ചെയ്തു. ഈ -1 ഈ +1 ഇതിലൂടെ ക്യാൻസൽ ആയി. ബാക്കി എത്രയേ ഉള്ളൂ? 0 ഉള്ളൂ. ആൻസർ അപ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓർമ്മിച്ചു വേണേ. നെഗറ്റീവ് നമ്പറാണ്, റൈസ് ടു ഒറ്റ സംഖ്യയാണെങ്കിൽ സൈൻ എന്താവും? മൈനസ് ആവും. ഇരട്ട സംഖ്യയാണെങ്കിൽ എന്താവും? ഇവിടെ പ്ലസ് ആവും. ഇവിടെ 1/2 ആയതുകൊണ്ട് 1/2 എത്ര വന്നാലും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ -1/5 ഒറ്റ സംഖ്യയുണ്ട്, മൈനസ് കൊടുത്ത് 1. അടുത്ത വീണ്ടും ഒറ്റ സംഖ്യയാണ് -1. ബാക്കി രണ്ടും ഇരട്ട സംഖ്യയുണ്ട്, +1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെട്ടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? -1 -2 ആവും, 1 +2 ആവും. ഓക്കെ, -2 +2 കുറച്ചിട്ട് വലുതിനും ചിഹ്നം അല്ലെങ്കിൽ കുറയ്ക്കുക. 2 കുറച്ച് എത്ര? 0. എങ്ങനെയും ചെയ്യാം. അടുത്ത 61 എത്ര 6ൽ 1കളുണ്ട് എന്നാണ് ചോദ്യം. 61 എത്ര 6ൽ 1കളുണ്ട്? അവിടെ എന്ത് ചെയ്യുക? 61 6ൽ 1 കൊണ്ട് ഭാഗിക്കുക. ഇപ്പം 61 എത്ര 5 ഉണ്ട്, എത്ര 10 ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ 61 10 ഉണ്ടെന്ന് ഭാഗിക്കും ആണല്ലോ. അതേപോലെ 61 എത്ര 6ൽ 1 ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക? 61 6ൽ 1 കൊണ്ട് ഭാഗിക്കുക. സമയം എത്ര ഇട്ടാ? 61 ഇൻറ്റു 6ൽ 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഭിന്നസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കും ഇല്ലേ? വിൽക്രമം കൊണ്ട് ഗുണിക്കും ആണല്ലോ. അപ്പോൾ 61 × 6 എത്ര കിട്ടും? 366 കിട്ടും. അപ്പോൾ 61 6ൽ 1 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരിക്കുമ്പോൾ ഭിന്നസംഖ്യകൾ കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ അതിൻ്റെ വിൽക്രമം കൊണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഗുണിക്കും. അപ്പോൾ 6ൽ 1 തിരിച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 61 × 6 366 കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം 3030/15 + 15. ഈ ചോദ്യത്തിൽ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? 37 പോയിട്ടുണ്ടാകും ചിലരെങ്കിലും. ഓക്കെ, കാരണം അത് പറയാം. ഇപ്പം 3030 അല്ലേ? അപ്പോൾ 3030 15 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ 15 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ അത് 3ൽ പോകത്തില്ല. 30ൽ 15 2 പ്രാവശ്യമുണ്ട്. 30 പൂർണ്ണമായിട്ട് പോകുമല്ലോ. ഓക്കെ, കുറയ്ക്കുമ്പം 0 കിട്ടി ആണല്ലോ. അടുത്ത 3 താഴോട്ട് ഇറക്കി. ഈ 3ൽ 15 പോകത്തില്ല ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഈ 0 കൂടെ താഴോട്ട് ഇറക്കേണ്ടി വരും അല്ലേ? 0 കൂടെ താഴോട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യടാ? 0 കൂടെ താഴോട്ട് ഇറക്കേണ്ടി വരും. അങ്ങനെ ഇറക്കണമെങ്കിൽ മെയിലിൽ എന്ത് കൊടുക്കണം? ഒരു 0 കൊടുത്തിട്ട് അടുത്ത സംഖ്യ ഇറക്കാവും. ഒരു സംഖ്യ താഴോട്ടിറക്കി പോയില്ല എന്നുണ്ടെങ്കിൽ മെയിലിൽ 0 കൊടുത്തിട്ട് താഴോട്ട് ഇറക്കുക അടുത്ത സംഖ്യ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ 30ൽ വീണ്ടും എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 202 ആയിരിക്കും വരുന്നത്. ചിലർക്കെങ്കിലും ആ 0 കൊടുക്കാൻ വിട്ടുപോയിട്ട് 22 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. വേണ്ടല്ലോ, ഒരു സംഖ്യ നമ്മളിപ്പം ഇവിടെ 30 കുറച്ച് 0 എഴുതി. അടുത്ത ഒരു സംഖ്യ താഴോട്ടിറക്കി 3 ഇറക്കി പോയില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? മെയിലൊരു 0 കൊടുത്തേക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത സംഖ്യ താഴോട്ടിറക്കുക.
അപ്പോൾ 202 കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 202 കിട്ടുന്നല്ലോ. അപ്പോൾ 202 + 15 ചെയ്യാം. 202 + 15 എത്ര? 217. ഇതായിരിക്കും ആൻസർ കൊടുത്താൽ. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗ് 108ഉം ഉസാഗ് 18ഉം പിന്നെ സംഖ്യകളിലൊന്ന് 54 ആയാൽ മറ്റേ സംഖ്യ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ലസാഗ് ഉണ്ട്, ഉസാഗ ഉണ്ടല്ലോ. ഓക്കെ, LCM ഉണ്ട്, HCF ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് LCM × HCF = A × B എന്നാണ്. അപ്പോൾ എയും ബിയും രണ്ട് സംഖ്യകളാണെന്ന് വിചാരിക്കുക. എയും ബിയും രണ്ട് നമ്പേഴ്സ്, ഏതോ രണ്ട് സംഖ്യകൾ, അവിടെ ലസാഗു ഉസാഗ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 3 വെച്ചുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ആ സംഖ്യകളെയും ലസാഗു ഉസാഗ എന്നിവയും വെച്ചുള്ള ഇക്വേഷനാണ് LCM × HCF = A × B. ഓക്കെ, അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലസാഗു × ഉസാഗ ആയിരിക്കും. ലസാഗു × ഉസാഗയാണ് സംഖ്യകളുടെ ഗുണനഫലം എന്നാലോചിക്കാം. അവിടെ LCM എന്ന് പറയുമ്പോൾ 108 × HCF 18 = സംഖ്യകളിലൊന്ന് 54 എഴുതി, മറ്റത് അറിയത്തില്ല. ഓക്കെ, ഇനി ആ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 54 നേരെ ഇപ്പത്തേക്ക് കൊണ്ടുവരിക. 108 × 18/54 നേരെയും കൊണ്ടുവരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ 18ഉം 54 18 3 പ്രാവശ്യം ഉണ്ട്, പൂർണ്ണമായിട്ടും പോവും. ഓക്കെ, അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 18ന് 2 വെച്ചോ 3 വെച്ചോ 6 വെച്ചോ ഒക്കെ എന്ത് ചെയ്യാം? വെട്ടാം. ഞാൻ ഇപ്പോൾ 6 വെച്ച് ക്യാൻസൽ ചെയ്യാണ്. 18ൽ 6 3 പ്രാവശ്യമുണ്ട്, 54 9 പ്രാവശ്യമുണ്ട്. ഇനി 3ൽ 3 1 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം. ഇനി 108നെ 3 കൊണ്ട് ഭാഗിക്കുക. ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 36 ആയിരിക്കും ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വേണം. LCM × HCF = A × B, അതായത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്, സംഖ്യകളുടെ ഗുണനഫലം. ഓക്കെ, പഠിച്ചു വെച്ചോണം. അടുത്ത്, ഈ സംഖ്യയിൽ ചെറുതേതെന്നാണ്. ഓക്കെ, 4 ഭിന്നസംഖ്യകളുണ്ട്, അതിൽ ഏറ്റവും ചെറുതേതെന്നാണ്. ഇവിടെ എന്ത് ചെയ്യാം? വേറെ ചെറുതുണ്ടെങ്കിൽ പല മെത്തേഡ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ജസ്റ്റ് ഭാഗിച്ച് കണ്ടുപിടിച്ചാൽ മതി, ആയിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നും. ഓക്കെ, ഇവിടെ 7/11 അടുത്ത് 8/13 2/3 5/8 ആണെന്നല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? 7/11 ചെയ്ത് നോക്കുക. പോയിൻ്റ് കൊടുത്ത് 0, 7ൽ എത്ര പ്രാവശ്യം ഇടാം? 6 പ്രാവശ്യം ഇല്ലേ? 66 4 കിട്ടും. ഓക്കെ, 4. അപ്പോൾ ബാക്കി 40ൽ വീണ്ടും 3 പ്രാവശ്യം. അവിടെ പോയിൻ്റ് 631 കിട്ടുന്നതിൽ ആണല്ലോ. ഇനി 8/13 ചെയ്താലോ? 8/13 പോയിൻ്റ് കൊടുത്ത് 0, 80ൽ എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം പോവും. 6 3 78, ബാക്കി 2 ഷിഫ്റ്റും ആണല്ലോ. വീണ്ടും 0 കൊടുക്കുക. 20ൽ 1 പ്രാവശ്യം 13. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ പോയിൻ്റ് 61 കിട്ടി ആണല്ലോ. ഓക്കെ, അപ്പോൾ എയിലും ബിയിലും അവിടെ അവിടെ ചെറുതെന്ന് പറഞ്ഞത് ബി ആണല്ലോ. പോയിൻ്റ് 6 ഒന്നുമില്ല. അപ്പോൾ 8/13 രണ്ടിലും ചെറുത്. ഇനി 2/3 ചെയ്യാം. 2/3 ചെയ്യുമ്പം എത്ര? പോയിൻ്റ് 6 എക്സെട്ര ആണ് അല്ലോ, സ്ഥിരം വരുന്നതാണ്. അല്ലെങ്കിൽ 2/3 ചെയ്ത് നോക്കേ. 2/3 പോയിൻ്റ് കൊടുത്ത് 0 കൊടുത്ത് 20 6 പ്രാവശ്യം 18 കുറയ്ക്കുമ്പോൾ 2 8ഉം 0 കൊടുക്കുക. വീണ്ടും 6 3 18 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും കേട്ടോ. ഓക്കെ, പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി 5/8 ചെയ്താലോ? 5/8 പോയിൻ്റ് കൊടുക്കുക 0, 50ൽ 8 പ്രാവശ്യം 6 8 48 2 ഷിഫ്റ്റ് കൊണ്ട് 20ൽ 2 8 16 4 8. അവിടെ ഇവിടെയും പോയിൻ്റ് 6 2 എന്നല്ലോ. അപ്പോൾ ഏറ്റവും ചെറുത് 8/13 ആണ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, വേറെയും ചെറുത് കണ്ടുപിടിക്കാൻ പല മെത്തേഡുണ്ട്, പല രീതികളുണ്ട്. ഓക്കെ ഓക്കെ മറ്റു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ചെയ്യാം. അങ്ങനെ ചെയ്ത് പോവാം പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം 5/6.625 = ആൻസർ തന്നെയുണ്ട്. പോയിൻ്റ് 7547. എന്നാൽ 5/6625 എത്ര എന്നാണ്? ഇവിടെ ഇവിടെ 5/6.625 ആയിരുന്നു നല്ലോ. ഇവിടെ ഇപ്പോൾ എന്തായി? 5/6625 ആയി. അതായത് താഴെയുള്ള എന്ത് പോയിൻ്റ് അത് മാറി ഇല്ലേ?
ആണല്ലോ. അപ്പോൾ പോയിന്റ് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ 10, 100, 1000, 1000, 10000 ഇതുപോലെ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. ഓക്കെ, 10, 100, 1000, 10000 അങ്ങനെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ, അതായത് 1ഉം 0 വരുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര പൂജ്യം ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 3 സ്ഥാനം ഇവിടെ മാറി ഇല്ലേ? 3 സ്ഥാനം മാറി ആണല്ലോ. 3 സ്ഥാനം മാറി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 1ഉം 3 പൂജ്യമായിട്ട് ഗുണിക്കേണ്ടി വരും, അതായത് 1000 കൊണ്ട്. ക്ലിയർ ആയോ? ഇപ്പോൾ 4.72554 ഇൻറ്റു 100 ചെയ്യണമെന്ന് ചോദിച്ചോ, 100. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 2 പൂജ്യം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം മാറി എന്ത് ചെയ്യും? പോയിന്റ് വരും. 472.54 വരും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ 6.625 ഉണ്ടായിരുന്നു. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ ആ ഛേദത്തിൽ 1000 ചെയ്യുമ്പോൾ എന്ത് വരുന്നത്? ഇവിടെ 6625 എന്നാവുന്നത് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 5/6625 എത്ര എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 0.7, അതായത് ഇവിടെ 5/6.625 ആൻസർ എത്ര ഉണ്ട്? 0.7547 എന്നുണ്ട് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് മാറ്റാനായിട്ട് ഒരു 1000 കൊണ്ട്, അതായത് ഒരു ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിച്ചു നല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെയും 1000 കൊടുക്കുക താഴെ. ഓക്കെ, ഇവിടെ നമ്മൾ അവിടെ താഴെ എന്ത് കൊടുക്കും? ഛേദത്തിൽ 1000 കൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? താഴെ 1000 കൊടുക്കുക ഈക്വൽ ടു അവിടെ എന്ത് വരടാ? വീണ്ടും ഇവിടെ 3 പൂജ്യം ഉണ്ട് നല്ലോ. ഓക്കെ, 3 പൂജ്യം ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വലത്തോട്ട് മാറ്റി കൊടുക്കും. ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇടത്തോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക. ഗുണിക്കുമ്പോൾ വലത്തോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക, ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇടത്തോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 7547 ആണല്ലോ. അവിടെ പോയിന്റ് ഇപ്പുറത്ത് ഇടത് സൈഡിൽ വേറെ സംഖ്യകളൊന്നുമില്ല ആണല്ലോ, മാറ്റാനായിട്ട് വേറെ നമ്പേഴ്സൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള സംഖ്യകൾക്ക് വരും ഒരു 0 കൊടുക്കുക കേട്ടല്ലോ. 0.007547 എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടെ പറയണം. അതായത് ഇവിടെ ഇപ്പോൾ 5/6.625 എന്നാണ് ഉള്ളത് ആണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ ഛേദത്തിൽ എന്ത് ചെയ്തു? അപ്പോൾ ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്താവുന്നത്? അവിടെ 5/6625 ആവുന്നത്. ആ പോയിന്റ് മാറുന്നത് ആണല്ലോ. ഓക്കെ, ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഈ ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിച്ചു എന്ന് പറയുമ്പോൾ എന്താ? 1/1000 ആണ് ആണല്ലോ. ഓക്കെ, മേലിപ്പോൾ ഒന്ന് കൊടുക്കാമല്ലോ, 1/1000 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഭിന്നസംഖ്യ ആക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 5/6.625 ഒരു 1/1000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ആൻസർ കിട്ടും ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 5/6.625 അവിടെ ആൻസർ എത്ര ഉണ്ട്? 0.7547 എന്നുണ്ട്. ഇൻറ്റു അതിനെന്ത് ചെയ്യുക? 1/1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ 1000 കൊണ്ട് ഭാഗിക്കുക. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക? പോയിന്റ് മാറുമ്പോൾ എന്ത് ചെയ്യും? 3 സ്ഥാനം മാറുമ്പോൾ 0.007547 വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഛേദത്തിൽ 1000 കൊണ്ട് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. അത് നമുക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാം? 1/1000 കൊണ്ട് ആ ഭിന്നസംഖ്യ ഗുണിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസറിന് എന്ത് ചെയ്യുക? 1/1000 കൊണ്ട് ഗുണിക്കുക. അടുത്ത ചോദ്യം മുമ്പും ഈ ഒരു മോഡൽ ചോദിച്ചിട്ടുള്ളതാണ്. റൂട്ട് 1 36/64. ഓക്കെ, ചിലരെങ്കിലും എന്ത് ചെയ്യടാ? ആൻസർ കണ്ടുപിടിക്കുന്ന നേരത്ത് ഇപ്പോൾ 1ൻ്റെ റൂട്ട് 1, 36ൻ്റെ റൂട്ട് 6, 64ൻ്റെ റൂട്ട് 8 ഇങ്ങനെ ചിലപ്പോൾ ചിലരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ 1ഉം 6/8 ചെറുതാക്കുമ്പോൾ എത്ര ഇടാ? 6, 3/4. ഓക്കെ, ഈ ഒരു ആൻസറിലോട്ടൊക്കെ ചിലപ്പം ചിലരെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഓപ്ഷനിൽ അതില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നെഗറ്റീവ് ആണുള്ള സാധ്യത കുറയും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ ഉണ്ടായിരുന്നെങ്കിൽ ചിലരെന്ത് ചെയ്യും? ഈ ഒരു ആ ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് നെഗറ്റീവിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ആ ഒരു ഓപ്ഷൻ PS കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ചോണം, ഇത്തരത്തിൽ മിശ്രഭിന്നം വരുമ്പോൾ റൂട്ട് കാണാനായിട്ട് എന്ത് ചെയ്ത് ഇതുപോലെ ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് ചെയ്യരുത് പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ചോണേ. അതായത് 1 36/64
64 എന്ന് വെച്ചാൽ അവിടെ മീനിങ് 1+36/64 എന്നാണ്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വെച്ചുകൊണ്ട് റൂട്ട് കാണാനായിട്ട് പറ്റത്തില്ല. സിമ്പിളായിട്ട് 4 ഇപ്പോൾ 2.5 കിലോ എന്നൊക്കെ പറഞ്ഞ് സാധനം വാങ്ങുമ്പോൾ അവിടെ എന്താണ് 2 + അര എന്നല്ലേ, 2 കിലോയും + അര കിലോയും അങ്ങനെയൊക്കെ എടുക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ അതുപോലെ മിശ്രഫിന് വരുമ്പോൾ ഇടയ്ക്ക് പ്ലസ് ആണെന്ന് ഓർമ്മിച്ച് വേണം പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ 1+36/64 അതിനെന്ത് ചെയ്യുക, മിശ്രഫിനോട് വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുക. എങ്ങനെയാ, 1+36/64 അതിനെന്ത് ചെയ്യുക, ഛേദം കൊണ്ട് മറ്റേ ക്രോസ് ഗുണിക്കില്ലയോ, ഓർമ്മയില്ലേ, പഠിച്ചില്ലേ നിങ്ങൾ, 64 × 1 ചെയ്യുക +36 അംശം കൂട്ടുക. ഓക്കെ, അപ്പോൾ ഛേദം കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പ്ലസ് ചെയ്യുക. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോൾ 64 × 1 ചെയ്ത് +36 ഛേദം അതുപോലെ കൊടുക്കുക വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഛേദം കൊണ്ട് ക്രോസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈഡിലുള്ള സംഖ്യയെ ഗുണിക്കുക, എന്നിട്ട് അംശം കൂട്ടുക. 64 × 1 64 +36 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100/64 എന്ന് കിട്ടും. 100/64. ഇനി എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. 100ൻ്റെ റൂട്ട് 10, 60ൻ്റെ 8. ആൻസർ കിട്ടിയല്ലോ. ഇനി ചെറുതാക്കിയാൽ എത്ര ഇട്ടുടാ, 5/4 എന്ന് വരും. 5/4. ഓക്കെ, അപ്പോൾ 5/4 ഇല്ല, മിശ്രഫിനാണ്ട് എന്ത് ചെയ്യുക, 5നെ 4 കൊണ്ട് ഭാഗിക്കുക. 5/4 ഒരു പ്രാവശ്യം, ഷിഫ്റ്റ് എത്ര, 1. അപ്പം ആദ്യം ഹരണഫലം എടുത്ത് എഴുതുക 1, എന്നിട്ട് ഷിഫ്റ്റം അടുത്ത് എഴുതുക, മേലിടുക 1, എന്നിട്ട് എത്ര കൊണ്ട് ഹരിക്കുന്നോ അതെന്ത് ചെയ്യുക, നേരെ താഴെ കൊടുക്കുക. 1 1/4. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നിച്ചോണേ. അപ്പോൾ അല്ല ഡയറക്റ്റ് എന്ത് ചെയ്തോ, ഒരിക്കലും റൂട്ട് എടുത്ത് വയ്ക്കരുത് പറഞ്ഞിട്ടല്ലോ. ഇതിൽ മിശ്രമത്തിൻ്റെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യുക, അവിടെ റൂട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 9 സംഖ്യയുടെ ശരാശരി 80 ആണ്. ഇതിൽ ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി 70-ഉം അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി 90-ഉമായാൽ അഞ്ചാമത്തെ സംഖ്യ എന്നാണ്. അപ്പോൾ മൊത്തം 9 സംഖ്യ ഉണ്ട്, ആദ്യത്തെ 4-ഉം അവസാനത്തെ 4-ഉം ഓക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി നടുക്കുള്ളത് എന്തായിരിക്കും, ഇവിടെ അഞ്ചാമത്തെ സംഖ്യ ആയിരിക്കും എന്നാലോചിക്കുക. ഓക്കെ, 9 സംഖ്യകളുണ്ട് ആണല്ലോ, അല്ല ആദ്യ 4 സംഖ്യകൾ അതിൻ്റെ ശരാശരി ഉണ്ട്, അവസാന 4 സംഖ്യകൾ അവിടെ ശരാശരി ഉണ്ട് ആണല്ലോ. അപ്പോൾ ആ നടുക്കുള്ള സംഖ്യയാണ് ഇത്ര അഞ്ചാമത്തെ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, 9 സംഖ്യകളുടെ ശരാശരി 80 അല്ലേ, അവിടെ ആകെ കണ്ടുപിടിക്കുക. 9 × 9 720 ആണല്ലോ. അത് 4 സംഖ്യകളുടെ ശരാശരി 4 × എത്ര, അവിടെ 70 ആകെ കണ്ടുപിടിക്കുക. 4 × 70 എത്ര, 280. ഓക്കെ, ഇനി അവസാനത്തെ 4 സംഖ്യകളുടേത് 90 എന്നുണ്ട്, എത്ര കിട്ടും, 360 കിട്ടും. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഓക്കെ, 280-ഉം 360-ഉം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്യുമ്പോൾ എത്ര ഇട്ടുവിടാം, 0 8 14 3 2 5 6 640 കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ആ 8 സംഖ്യകളുടെ ടോട്ടൽ എത്രയാണ്, അപ്പോൾ 640 ആണല്ലോ. ഇനി നടുക്കുള്ള അഞ്ചാമത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക, മൊത്തം 9 സംഖ്യകളുടെ 720 ഉണ്ടല്ലോ, ആ 720 ബാക്കിയുള്ള 8 എണ്ണത്തിൻ്റെ എന്ത് ചെയ്യുക, തുക കുറയ്ക്കുക. ക്ലിയറായോ? ആദ്യം 4-ഉം അവസാനം 4-ഉം പോയി കഴിഞ്ഞാൽ അവസാനം നടുക്കുള്ള എന്തായിരിക്കും, നടുക്കുള്ള സംഖ്യ ആയിരിക്കും അഞ്ചാമത്തത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 4 സംഖ്യകളുടെ ആകെ കണ്ടുപിടിച്ചിട്ട് അവസാനത്തെ 4-ൻ്റെ എന്ത് ചെയ്യുക, ആകെ കണ്ടുപിടിക്കുക. അവയുടെ തുക എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ 9 സംഖ്യകളുടെ ആകെയിൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, കുറയ്ക്കുമ്പോൾ എത്ര ഇട്ടാ, കുറയ്ക്കുമ്പോൾ 80 എന്ന് കിട്ടും. കണ്ടല്ലോ, 80. ഓക്കെ, അടുത്ത് 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണ്? 600 രൂപയ്ക്ക് 20% ലാഭത്തിൽ വിറ്റ, ഇവിടെ വിറ്റ വിലയാണ് 600 എന്ന് പറയുന്നത്. അപ്പോൾ 20% ലാഭം എടുത്തിട്ടാണ് വിറ്റത് ആണല്ലോ. അപ്പോൾ 100 രൂപയ്ക്കുള്ള സാധനം 20% ലാഭം എടുത്ത് വിറ്റു എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്കടാ, 120 അല്ലേ? ആ ഒരു ലോജിക്ക് വെച്ചെടുക്കുക. ഓക്കെ, ഇവിടെ ശതമാനത്തിൽ 20% ലാഭമുണ്ട്. നമ്മളിപ്പോൾ ശതമാനം എപ്പോഴും 100ൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ 20% ലാഭം എന്ന് പറയുമ്പോൾ അയാൾക്ക് കൂടുതൽ കിട്ടിയാണ് നല്ലോ. ഓക്കെ, അപ്പോൾ 100%, 100 രൂപ, 100 എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ 100 രൂപയ്ക്കുള്ള സാധനം 20% ലാഭം കിട്ടിയെന്ന് വെച്ചാൽ 20 രൂപ ലാഭം കിട്ടി എന്ന് വിചാരിക്കാം. 100 രൂപയ്ക്കുള്ള സാധനത്തിന് 20 രൂപ ലാഭം കിട്ടി. അപ്പോൾ എത്ര, 120-നാണ് വിറ്റത് ആണല്ലോ. ആ 120 നമ്മൾ എന്തായാലും എടുക്കുക, നമ്മളെ വിറ്റ വില.
600 എടുക്കുക ആണല്ലോ. അപ്പോൾ ആ സാധനത്തിന് വാങ്ങിയ വില നമ്മൾ 100 എടുത്തത്, 100 കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ ചിന്തിക്കുക പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ലാഭം വരുമ്പോൾ എന്ത് ചെയ്യുക, 100 കൂട്ടിയെടുക്കുക, നഷ്ടമാണെങ്കിൽ 100 കുറച്ചെടുക്കുക. വാങ്ങിയ വില ഇപ്പോൾ 100 അങ്ങ് വിചാരിക്കുക. ഓക്കെ, ഇനി ഒന്ന് ക്രോസ് ചെയ്യുക കേട്ടല്ലോ. ഒന്ന് ക്രോസ് ഇവിടെ നിങ്ങൾ 100 കൊണ്ട് 600, 600 × 100 ബൈ ക്വസ്റ്റ്യൻ മാർക്ക് നേരെ ഓപ്പോസിറ്റുള്ള എന്ത് ചെയ്യുക, താഴെ കൊടുക്കുക 120. ഓക്കെ, ബാക്കി എന്ത് ചെയ്യുക, 0 വെട്ടി 12ഉം 60ഉം 5 പ്രാവശ്യം പോവും. 5 × 100 എത്ര, 500. 5 × 100 500 നേടും. ഓക്കെ, ഇവിടെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 500. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് വരുമ്പോൾ എന്ത് ചെയ്യുക, വാങ്ങിയ വില 100 അങ്ങ് എടുക്കുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ 20% ലാഭം ആയതുകൊണ്ട് എന്ത് ചെയ്തു, 120% വിറ്റ് വിലയായിട്ട് അങ്ങ് എടുക്കുക. ഓക്കെ, ഇനി ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 3 മണിക്കൂറിൽ 180 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ്. അതേ വേഗതയിൽ ആ കാർ 110 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 3 മണിക്കൂർ കൊണ്ട് 180 കിലോമീറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ വേഗത കാണാനായിട്ട് ദൂരം ബൈ സമയം, ദൂരം ബൈ സമയം ചെയ്യുമ്പോഴത്തേക്കും 60 എന്ന് കിട്ടും. ഓക്കെ, 60 km/h എന്ന് കിട്ടും. അപ്പോൾ കാറിൻ്റെ വേഗത കിട്ടി 60 എന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വേഗതയിൽ പോവുകയാണെങ്കിൽ കാറ് 110 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എടുക്കുന്ന സമയമാണ് ചോദിച്ചുള്ളത് ആണല്ലോ. അപ്പോൾ ഇവിടെ സമയമാണ് ചോദിച്ചുള്ളത് അല്ലേ. സമയം കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, ദൂരം ബൈ വേഗത, ദൂരം ബൈ വേഗത. ഓക്കെ, ദൂരം ബൈ വേഗതയാണ് സമയം കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. വെട്ടണ്ട അല്ല അച്ഛൻ. ഇവിടെ ഇപ്പോൾ 110/60 ആണല്ലോ. ഒന്ന് വായിച്ച് എത്ര ഇട്ടുടാ, 110നെ 60 കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോവും ആണല്ലോ. ഒരു പ്രാവശ്യം പോയിട്ട് ബാക്കി എത്ര വരും, 50 വരും. ഓക്കെ, 50 വരും ആണല്ലോ. അപ്പോൾ ഈക്വൽ ടു 1 50 മേലിൽ എഴുതിയ 50/60 എന്ന് വരും. അത്രയും മണിക്കൂറാണ്. ഓക്കെ, 1 50/60 അത്രയും മണിക്കൂർ ആണല്ലോ. ഇനി അവിടെ എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളൂ, അവിടെ 1 മണിക്കൂർ കൃത്യ സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ 1 50/60 എന്ത് ചെയ്യുക, പ്രോപ്പർ സമയത്തോട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യടാ, 1 50/60 ഉണ്ടല്ലോ, അതിൽ 50/60 എന്ത് ചെയ്യുക, 50/60 മിനിറ്റിലോട്ട് മാറ്റുക. അതിന് വേണ്ടിയിട്ട് 50/60 ആണല്ലോ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളിവിടെ 60 കൊണ്ട് ഇൻറ്റു ചെയ്യും ആണല്ലോ. മണിക്കൂറിനെ മിനിറ്റിലോട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 60 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇൻറ്റുമ്പോൾ 60 വെട്ടി പോയിട്ട് എന്തിന് കിട്ടും, 50 കിട്ടും. ഓക്കെ, 50 കിട്ടും. അപ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് അത് വെട്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ദൂരം 110 വേഗത 60. വായിച്ചു നോക്കുക. ഓക്കെ, വായിക്കുമ്പോൾ 1 50/60 എന്ന് വരും. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ ഏകദേശം ചിലപ്പോൾ എന്ത് ചെയ്യും, പിടികിട്ടും. അതായത് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 ആണല്ലോ. അപ്പോൾ 60ൽ 50 ഓക്കെ എന്ന് പറയുമ്പം 50 മിനിറ്റാണ് അല്ലേ. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60. ഇവിടെ 60ൽ തന്നെ എത്രയുണ്ട്, 50 ഉണ്ട് ആണല്ലോ. അതായത് 50 മിനിറ്റാണ്. ഓക്കെ, ആ ഒരു ലോജിക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും, അവിടെ തന്നെ വെച്ച് എന്ത് ചെയ്യാം, നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറും 50 മിനിറ്റ് എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, റൂട്ട് 3049 57 എങ്കിൽ നമ്മുടെ റൂട്ട് 3049 പ്ലസ് റൂട്ട് 32.49 റൂട്ട് എത്ര 3,24,900. ഓക്കെ, മൈനസ് റൂട്ട് 0.3249 ഇതിൻ്റെ പേരാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യടാ, ഇത് ചെയ്യാനായിട്ട് ഒരു കാര്യം ഓർമ്മിക്കുക, ആ റൂട്ട് കാണുമ്പോൾ വർഗ്ഗമൂലം കാണാൻ നേരത്ത് എന്ത് ചെയ്യും, നമ്മൾ പോയിൻ്റൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യടാ, പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനം മാറ്റിയും പോയിൻ്റ് കൊടുക്കുന്നത്. എന്തോ റൂട്ട് കാണുമ്പോൾ അല്ലെ വർഗ്ഗമൂലം കാണുമ്പോൾ ആ സംഖ്യയ്ക്ക് ഇപ്പോൾ പോയിൻ്റോ അല്ലെ 0 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യടാ, ഇപ്പോൾ 0 വന്നാലും പോയിൻ്റ് വന്നാലും കണക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ റൂട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ എത്ര 0 ഉണ്ടോ അതിൻ്റെ പകുതി 0 മാറ്റി കൊടുക്കും. പോയിൻ്റ് കഴിഞ്ഞിട്ട് അതേപോലെ എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനം മാറ്റി എന്ത് ചെയ്യും, പോയിൻ്റ് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നോക്കുക,
ഇവിടെ റൂട്ട് 3049 എത്ര എന്നുണ്ട്? ഇവിടെ 57 ആണല്ലോ. ഓക്കെ, 57 അപ്പോൾ ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അവിടെ അപ്പോൾ റൂട്ട് 3249 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര? 57 അല്ലേ? 57 ഓക്കെ. ഇനി റൂട്ട് രണ്ടാമത്തെ എത്ര? ഇതല്ലേ 32 പോയിൻറ്റ്. അപ്പോൾ റൂട്ട് 32.49 എന്ന് പറയുമ്പോൾ അവിടെ പോയിൻ്റ് ഉണ്ടല്ലോ. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? അവിടെ 2 സ്ഥാനമുണ്ട് ഇല്ലേ? 2 സ്ഥാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ പകുതി എന്ന് പറയുമ്പം 1 സ്ഥാനമായിട്ട് പോയിൻ്റ് കൊടുക്കുക. അപ്പം 57 എഴുതിയിട്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് 1 സ്ഥാനമായിട്ട് പോയിൻ്റ് കൊടുക്കുക. ക്ലിയർ ആയോ? പോയിൻ്റ് കൊടുക്കും, വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, അടുത്ത് ഇവിടെ നോക്ക്, 3,24,900 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യടാ? എടാ 3249 എത്രയെന്ന് അറിയാം നമുക്ക്? ഇവിടെ 49,00 57 എന്നറിയാം. ഓക്കെ, അതിൽ എത്ര 0 ഉണ്ട്? 2 0 ഇല്ലേ? 2 0. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 1 0 കൊടുക്കുക. 1 0. ഓക്കെ, 570 കിട്ടും. ഇനി അതേപോലെ ഇവിടെ പോയിൻ്റ് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട് ഇല്ലേ? 4 സ്ഥാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി സ്ഥാനം എന്ന് പറയുമ്പോൾ എത്ര? 2 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ 57 എഴുതിയിട്ട് 2 സ്ഥാനം 1 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതാണ് 4 സംഖ്യകളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ 3 പ്ലസും ലാസ്റ്റ് മൈനസും ആണ് അല്ലോ. ഓക്കെ, അപ്പം പ്ലസ് ചെയ്യുക. അപ്പം ഏറ്റവും വലുത് ഇപ്പം 570 എഴുതിയേ. 570. അടുത്തോ 57 അല്ലേ? ആണല്ലോ 57 ഇതാണല്ലോ. 57 എഴുതി. ഇനി അടുത്ത് 5.7 അല്ലേ? 5.7 എഴുതി. ഓക്കെ, ഇനി ലാസ്റ്റത്ത് ഇവിടെ മൈനസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് ചെയ്യാം. ഓക്കെ, എല്ലാം അവിടെ നിന്ന് പ്ലസ് ചെയ്യാം. ഓക്കെ, പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സംഖ്യയ്ക്ക് മാത്രം അവിടെ പോയിൻ്റ് ഉണ്ട് അല്ലോ. ഓക്കെ, പോയിൻ്റ് ഉണ്ട്. ബാക്കിയുള്ളതിലൊന്നും പോയിൻ്റ് ഇല്ലല്ലോ. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോയിൻ്റ് ഒരു 0 കൊടുത്ത് എന്ത് ചെയ്യാം? കൂടെ ചെയ്യാം. ഓക്കെ, പോയിൻ്റ് എടുത്ത് 0 കൊടുത്ത് എഴുതാം. അപ്പോൾ 7 മേൽ പറഞ്ഞില്ലല്ലോ. 7. അടുത്ത് 5 12 1 ഷിഫ്റ്റം. 5 12 13 എഴുതി. 5 സോറി 5 1 ഷിഫ്റ്റ് ഉണ്ടല്ലോ അവിടെ. അപ്പം 5 1 എത്ര കിട്ടും? 6 കിട്ടും. 632.7 വരും. ക്ലിയർ ആയോ? അപ്പം ഇനി 632.7 എന്ത് ചെയ്യണം? അവിടെ മൈനസ് ഉള്ളല്ലേ ഇത്? ഓക്കെ, ഇത് മൈനസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 0.57 എഴുതി. ഓക്കെ, മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നേരെ മേലിൽ ഇവിടെ 0 കൊടുക്കുക. ഓക്കെ, പോയിൻ്റ് വരുമ്പോൾ കഴിയുന്ന എന്ത് ചെയ്യുക? പ്ലസ് മൈനസ് വരുമ്പം 0 ആയിട്ട് ബാലൻസ് ചെയ്ത് പോവുക. പറഞ്ഞിട്ടോ കാര്യം നല്ല. ഓക്കെ, പ്ലസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അന്നേരം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചെറിയ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? 0 ആയിട്ട് ബാലൻസ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഇനി മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 നിന്ന് 7 കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ കടയെടുക്കും. അപ്പോൾ ഇവിടെ 10, ഇവിടെ എത്ര? 6. 10 നിന്ന് 7 കുറച്ചാൽ 3 ആണല്ലോ. 6 നിന്ന് 5 കുറച്ചാൽ 1 കൊടുത്ത് ബാക്കി എന്ത് ചെയ്തു? ഇവിടെ 2 എഴുതി. 3 6 ബാക്കിയെല്ലാം അത് തന്നെ. ഓക്കെ, അപ്പോൾ 632.13 ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും തെറ്റാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ചിലരെങ്കിലും എന്ത് ചെയ്യുക? ഓപ്ഷൻ എയിലോട്ട് പോയിട്ടുണ്ടാവും. ഇതിലോട്ട് എന്ത് ചെയ്യുക? ഇപ്പം പോയിട്ടുണ്ടാവും. കാരണം ലാസ്റ്റത്തോടെ മൈനസ് ചെയ്യാനല്ലേ. അത് ശ്രദ്ധിക്കാതെ ചിലരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പ്ലസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പ്ലസ് ചെയ്താൽ ഈ ഒരു ആൻസർ ആയി കിട്ടുന്നത് എ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ടൈപ്പൊക്കെ അത്യാവശ്യം നോക്കി വെച്ച് ചെയ്യണ്ടല്ലോ. അപ്പോൾ സ്കോർ ഔട്ട് കാണുമ്പം എന്ത് ചെയ്യണം? എത്ര സ്ഥാനമുണ്ടോ പോയിൻ്റ് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി സ്ഥാനമായിട്ട് പോയിൻ്റ് കൊടുക്കുക. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഓർമ്മിച്ച് വേണേ. അപ്പോൾ അതുപോലെ ഈ പ്ലസും മൈനസും ചെയ്യുന്നത് ഓർമ്മിച്ച് വേണം. സംഖ്യകളൊക്കെ എഴുതുമ്പോൾ ഒരു ഓർഡറിൽ തന്നെ എഴുതുക. പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഒരു ഓർഡറിൽ തന്നെ എഴുതുക. അവിടെ എഴുതിയുണ്ടല്ലോ. അപ്പോൾ 570 എഴുതി. അടുത്ത് 57 ഉണ്ടാവും. അടുത്ത് 5.7 വന്നപ്പോൾ ഇവിടെ ഒറ്റ സ്ഥാനത്ത് 5.7 ഇങ്ങനെയാണ് എഴുതിയത്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. പോയിൻ്റൊക്കെ കൃത്യമായിട്ട് കൊടുത്തു വേണം എഴുതാൻ. കേട്ടല്ലോ. ഓക്കെ, കൂട്ടും വേണമെങ്കിൽ ഇവിടെ 0 കൊടുത്ത് എഴുതി കൂട്ടുക. ഓക്കെ, അതുപോലെ മൈനസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവിടെ 632.7
7 ഉണ്ടായിരുന്നു. പോയിൻറ്റ് കറക്റ്റ് കൊടുക്കുക പറഞ്ഞിട്ടല്ലോ, 0.57 പ്ലസ് മൈനസ് വരുമ്പോൾ പോയിൻ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ബാലൻസ് 0 കൊടുത്തിട്ട് മൈനസ് ചെയ്യുക. അവിടെയും 0.7 കുറച്ചിട്ട് 7 എഴുതി വയ്ക്കരുത്, അത് തെറ്റാണ് കേട്ടല്ലോ. ഇവിടെ 0 ഉണ്ട്, എന്ത് അവിടെ കട എടുക്കുക 10, ഇവിടെ 6 എന്നിട്ടാണ് കുറയ്ക്കാനായിട്ട് ഓർമ്മിച്ച് വേണേ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ അടുത്തത് 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങി അതേ വിലയ്ക്ക് തന്നെ 8 ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്ര എന്നാണ്. ഓക്കെ, അപ്പോൾ 50 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങിച്ചു, അതേ വിലയ്ക്ക് എത്ര 8 എണ്ണം വിറ്റു ആണല്ലോ. ഓക്കെ, എങ്കിൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പിൽ 2 രീതി ചെയ്യാം. ഓക്കെ, 2 രീതി ചെയ്യാം. ഞാനിപ്പോൾ രണ്ടൊന്ന് പറഞ്ഞുതരാം. അല്ല, ആദ്യത്തെ 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങിച്ചു ആണല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില എത്ര ആയിക്കൂടാ? ഒരെണ്ണത്തിൻ്റെ വാങ്ങിയ വില 50 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങിച്ചില്ലേ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില 50/10 എത്ര കിട്ടും? 5 എന്ന് കിട്ടും ആണല്ലോ, 5. ഇനി അതേ വിലയ്ക്ക് തന്നെ 8 എണ്ണമാണ് വിറ്റത് ആണല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? 50 രൂപയ്ക്ക് എത്ര എണ്ണം വിറ്റു? 8 എണ്ണം വിറ്റു ഇല്ലേ? 50 രൂപയ്ക്ക് 8 എണ്ണം വിറ്റു ആണല്ലോ. വേണമെങ്കിൽ ചെറുതാക്കുക, 25 എത്ര 4 എത്ര ഇട്ടൂടാ? 25 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 6 പ്രാവശ്യമല്ലേ? 6 4 24 1 4 പോയിൻ്റ് കൊടുക്കുക 0. ഓക്കെ, എന്നിട്ട് 10 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം 8 0 കൊടുത്ത് 20 5 പ്രാവശ്യം. ഓക്കെ, 20 കിട്ടും ആണല്ലോ. അപ്പോൾ അവിടെ ഒരെണ്ണത്തിൻ്റെ വിറ്റ വില എന്ന് പറയുമ്പോൾ എത്ര? 6.25 ആണ് ഒരെണ്ണത്തിൻ്റെ വിറ്റ വില. ഓക്കെ, ഇനി അവിടെ ലാഭം ശതമാനമാണ് ചോദിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ലാഭം എത്ര? ഇവിടെ 5 ആയിരുന്നത് എത്രയായി? ഇവിടെ 6.25 ആയി അല്ലേ. എത്ര കൂടി? 1 രൂപ 25 പൈസ കൂടി, 1.25 കൂടി ആണല്ലോ. അപ്പോൾ ലാഭം 1.25 ആണ്. ബൈ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 5 × 100 ചെയ്യാം. ഓക്കെ, ലാഭം ബൈ വാങ്ങിയ വില × 100. ഓക്കെ, ലാഭം ബൈ വാങ്ങിയ വില × 100. ഇനി 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അവിടെ എന്ത് വരും? പോയിൻ്റ് 2 സ്ഥാനം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ 2 0 ഉണ്ട്. അപ്പോൾ പോയിൻ്റ് മാറിയേ 125 ബൈ 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. 25% ലാഭം എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? അത് 50 രൂപയ്ക്ക് 10 ഓറഞ്ച് വാങ്ങി അതേ വിലയ്ക്ക് തന്നെയാണ് ഇത് 8 ഓറഞ്ച് വിറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ 10 എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും 8 എണ്ണത്തിൻ്റെ വിറ്റ വിലയും എന്താണ് അവിടെ? തുല്യമാണ് അല്ലേ ആണല്ലോ. 10 എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയും 8 എണ്ണത്തിൻ്റെ വിറ്റ വിലയും എന്താണ് അവിടെ? തുല്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഒന്നാലോചിച്ചോ, 10 ഓറഞ്ച് വാങ്ങിച്ചു 50 രൂപ ആണല്ലോ, 8 എണ്ണം വിറ്റു ആണല്ലോ. വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ ആ 2 അതേ വിലയ്ക്കാണ് 8 എണ്ണം വിറ്റ് അല്ലേ. അതേ വിലയ്ക്ക് തന്നെ 8 എണ്ണം വിറ്റു എന്ന് പറയുമ്പം 2 എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയായിരിക്കും അവിടെ ലാഭം എന്ന് പറയുന്നത് അല്ലേ. 50 രൂപയ്ക്ക് 10 എണ്ണം വാങ്ങിച്ചു ആണല്ലോ. ഓക്കെ, എന്നിട്ട് 50 രൂപയ്ക്ക് 8 എണ്ണമാണ് വിറ്റത് അല്ലേ. 8 എണ്ണം വിറ്റില്ലേ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ വാങ്ങിയ വില അവിടെ ലാഭമാണ് ആണല്ലോ. അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞില്ല, ഈ 10 8 നമ്മൾ വ്യത്യാസം എടുക്കുക, എന്നിട്ട് താഴെ ഛേദത്തിൽ എന്ത് ചെയ്യുക? വിറ്റ സാധനങ്ങളുടെ എണ്ണം താഴെ കൊടുക്കുക. ഓക്കെ, × 100 ചെയ്യുക. കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വാങ്ങിയ സാധനങ്ങളുടെ എണ്ണവും വിറ്റ സാധനങ്ങളുടെ എണ്ണവും നമ്മൾ വ്യത്യാസം എടുത്തിട്ട് ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക? വിറ്റ സാധനങ്ങളുടെ എണ്ണം കൊടുക്കുക. ഓക്കെ, വിറ്റ സാധനങ്ങളുടെ എണ്ണം താഴെ കൊടുക്കുക. അത് എല്ലാത്തിനും നമുക്ക് പറ്റില്ല. അത് അവിടെ ഇവിടെ 10 ഓറഞ്ചിൻ്റെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെന്ന് 8 ഓറഞ്ചിൻ്റെ വിറ്റ വില പറഞ്ഞിട്ടല്ലോ. അങ്ങനെ വന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 2 ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം 8 കൊടുക്കുക × 100. 2 1 പ്രാവശ്യം, 8 4 പ്രാവശ്യം, 100/4 ചെയ്യുമ്പോൾ 25 കിട്ടും. ഓക്കെ, ഇത് എളുപ്പ വഴിയാണ്. ഓർമ്മിച്ചോണേ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ബോട്ട് മാസ് പോലെയൊക്കെയാണ്. -7 പ്ലസ് 5 × -3. ഓക്കെ, അടുത്തത് -7 × -2 അവിടെ ഇൻറ്റു ആണ്. പിന്നെ 13 -5 പ്ലസ് 14/2. ഓക്കെ, അവിടെ ഹരണമാണ്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഈ 3 എന്ത് ചെയ്യാം? ആദ്യം ചെയ്യാം. -7 എഴുതി. ഓക്കെ, അടുത്ത് 5 × -3 ചെയ്യുമ്പോൾ എത്ര ഇടാം? -15 എന്ന് കിട്ടും.
അല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ 5 ഇൻറ്റു -3 ഇൻറ്റു ചെയ്യുമ്പം വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് കൊടുക്കുക പറഞ്ഞല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെങ്കിൽ, ഗുണനമാണ് വരുന്നതെങ്കിൽ ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് കൊടുക്കുക. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ മൈനസ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഇവിടെ +5ഉം -3 ആണല്ലോ. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ചിഹ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ മൈനസ് കൊടുക്കുക. അടുത്ത് -7 -2 അവിടെ ഒരേ ചിഹ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് ആവും. അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. ഉണ്ടല്ലോ. 7 2 14. ഇനി ഇവിടെ 13 - 5 എത്ര? 8. ഇനി 14/2 എത്ര? 7 എന്ന് കിട്ടും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ -7ഉം ഈ +7 എന്ത് ചെയ്തു? അവിടെ ക്യാൻസൽ ചെയ്ത് ഞാൻ. ഓക്കെ, വെട്ടി. ബാക്കി ഇനി എന്ത് ചെയ്യണം? -15 ഉണ്ട്, 14 ഉണ്ട്, 8 ഉണ്ട് എന്നല്ലോ. ഞാൻ കൂട്ടുള്ള ആദ്യം കൂട്ടണേ. 14 കിട്ടും. എത്ര കിട്ടൂടാ? 22 കിട്ടും. -15 കൊടുത്തു. 22 - 15 എത്ര? 7. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഇൻറ്റു ആനും ആ സൈൻ കൊടുക്കുന്നത് ഓർമ്മിച്ചോണേ. ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ പ്ലസ് വരും. അതായത് -1 പ്ലസ്. എന്നാൽ -+1 കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, അടുത്ത് 4 7 12 19 ഡാഷ്. അടുത്ത് സംഖ്യയില്ല. അടുത്ത് 39. ആ വിട്ടുപോയ സംഖ്യയാണ് ചോദിച്ചുള്ളത്. എളുപ്പമാണ്. നോക്കടാ, 4 7 എന്ന് പറയുമ്പോൾ എത്ര കൂടി എവിടാ? എത്ര കൂടി? 3 കൂടി ഇല്ലേ? 3 കൂടി. അടുത്തോ 5 കൂടി. അടുത്ത് 7 കൂടി ഇല്ലേ? അപ്പോൾ 19 അടുത്ത് എത്ര കൂടുമായിരിക്കും? 3 കൂടി 5 7 അടുത്ത് 9 കൂടും അല്ലേ? 9 കൂടുമ്പോൾ എത്ര? 19 28 ആണല്ലോ. 9 അടുത്ത് 28 11 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 39 കിട്ടും. കേട്ടല്ലോ. ജസ്റ്റ് വ്യത്യാസം നോക്കിയാൽ മതി, കിട്ടുമോ നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 1ൻ്റെ നേർക്ക് ഇവിടെ എത്ര? 1 തന്നെയാണ് അല്ലേ? 2ൻ്റെ നേർക്ക് എത്ര? 8. അവിടെ തന്നെ നോക്കുമ്പോൾ അറിയാം 2 2 8 എന്നാണ്. 2ൻ്റെ ക്യൂബ് അല്ലേ? 2ൻ്റെ ക്യൂബാണ് 8 എന്ന് പറയുന്നത് അല്ലേ? അടുത്ത് 4ൻ്റെ ക്യൂബാണ് 64 അല്ലേ? അങ്ങനെയാണെങ്കിൽ 3ൻ്റെ ക്യൂബല്ലേ നോക്കേണ്ടത്? 3ൻ്റെ ക്യൂബ് എത്ര? 27. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്നും ഓപ്പോസിറ്റ് എന്നാണ്. അതിൻ്റെ ക്യൂബാണ് എടുക്കുന്നത്. ഓക്കെ, ക്യൂബാണ് എടുക്കുന്നത്. 3ൻ്റെ ക്യൂബ് അങ്ങ് എടുക്കുക. അടുത്ത് സമാനമല്ലാത്തത് ഏതെന്നാണ്. ഇവിടെ ഇപ്പം ഓരോ നമ്പേഴ്സ് ഇപ്പം അത് 2 5 8 11 നോക്കടാ. 2 5 ഇവിടെ 3 കൂട്ടിനല്ലോ. 3 കൂടുതലാണ്. അടുത്ത് 3 കൂടുതൽ. അടുത്ത് 3 കൂടുതൽ. അതൊരു സമാന്തര ശ്രേണിയാണ് ആ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. അവിടെ എല്ലാത്തിനും വ്യത്യാസം എത്ര? 3 ആണ്. അപ്പോൾ ഇവിടെ നോക്ക് 3 ഇവിടെ 4 കൂടി, പിന്നെയും 4 കൂടി, പിന്നെയും 4 കൂടി. ഇതും സമാന്തര ശ്രേണിയാണ്. അടുത്ത് 4 9 എത്ര? 5 കൂടി. 9 5 14 14 5 20 14 5 19. അവിടെ 5 ഇതും കൂടി. ഓക്കെ, എന്നാൽ ഇവിടെയോ 5 11 എത്ര കൂടി? 6 കൂടി. 11ഉം 17ഉം 6 കൂടി. അവിടെ 17ഉം എത്ര? 22 എന്ന് പറയുമ്പോൾ 5 ആണ് അവിടെ കൂടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വ്യത്യാസം സെയിം അല്ല. ആൻസർ ഡി. ഓക്കെ, അടുത്ത ലാസ്റ്റ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവിടെ നമ്പർ പ്രകാരം അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ചാൽ യോജിച്ചതെന്നാണ്. ഓക്കെ, ഇവിടെ ഉള്ള രേഖയുണ്ട്, കോണുണ്ട്, ബിന്ദുവുണ്ട്, ത്രികോണമുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ബിന്ദുവാണ്. ഓക്കെ, പോയിൻ്റ്. ഓക്കെ, പോയിൻ്റാണ് ബിന്ദു. ഓക്കെ, ബിന്ദു എന്നല്ല. അപ്പോൾ 3ാമത്തെയാണ് ആദ്യം വരുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് അടുത്തത് അത് രേഖ, ലൈൻ പോകുന്നത്. ഓക്കെ, ലൈൻ. അപ്പോൾ അടുത്ത് 1. ഓക്കെ, അത് 2 ലൈനുകൾ ചേരുമ്പോൾ എന്താവും? അടുത്ത് കോണാവും അല്ലേ? കോണ്. അപ്പോൾ എന്താവും? 2 അടുത്ത് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇവിടെ വരുമ്പോൾ എന്തായി? ത്രികോണമായി അല്ലേ? അപ്പോൾ ആദ്യം ബിന്ദു, പിന്നെന്താ? രേഖ, കോണ്, ത്രികോണം. ഓക്കെ, 3 1 2 4 ബി ആയിരിക്കും അവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, ചില പാടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഒരു മെയിൻസ് പരീക്ഷ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.